മൊഡ്യൂൾ 2-ലെ ചാപ്റ്റർ 5 ആണ് അല്ലേ. ചാപ്റ്റർ 4 ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ചാപ്റ്റർ 5 സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഒരു സീക്വൻസ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 10th പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, ശ്രേണി എന്ന് പറഞ്ഞിട്ട് അല്ലേ. എങ്ങനെ നിങ്ങൾ എഴുതും? 1 2 3 4 5 എക്സെട്ര. ഇതെന്താണ്? ഒരു ശ്രേണിയാണ് അല്ലേ, അതായത് ഒരു സീക്വൻസ് ആണെന്ന് പറയാം. ദെൻ ഇതിൽ നിങ്ങൾ സമാന്തര ശ്രേണിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, അതായത് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഈക്വലായി വന്നാൽ അതിനെ നമ്മൾ അങ്ങനെ വിളിക്കും അല്ലേ. ദെൻ എന്താണ് ഒരു ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് നോക്കാം. ഓക്കെ, ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, എങ്ങനെ ഡെഫിനേഷൻ കൊടുക്കാം ഇൻഫൈനൈറ്റ് സീക്വൻസിന്? ഇൻഫൈനൈറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് എ ഫങ്ഷൻ, ഒരു ഫങ്ഷനാണ്. ഈസ് എ ഫങ്ഷൻ എഫ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ്, അതായത് ഹൂസ് ഡൊമെയിൻ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ആൻഡ് റേഞ്ച് ഈസ് ദ റിയൽ നമ്പർ ഓർ എ സബ്സെറ്റ് ഓഫ് എ റിയൽ നമ്പർ. ഓക്കെ, അതായത് ഇതിൻ്റെ ഡൊമൈന് നമുക്കിതിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്നും നമുക്ക് കിട്ടുന്ന വാല്യൂസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സും ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ദ റിയൽ നമ്പേഴ്സ് സോ ഒബ്റ്റെയിൻഡ് ആർ കോൾഡ്, നമുക്ക് ആ കിട്ടുന്ന റിയൽ നമ്പേഴ്സ് ഉണ്ടല്ലോ അതിന് നമ്മൾ വിളിക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് ദി സീക്വൻസ് എന്നാണ് അല്ലേ. നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസാണ് ഇത് എലമെൻറ്റ്സ് ഓഫ് ദി സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ദെൻ സീക്വൻസിന് നമുക്ക് ജനറലി അപ്പോൾ ഇവിടെ എ ആണ്, എ എന്നുള്ള ഫംഗ്ഷൻ എ ഫ്രം എൻ ടു ആർ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ, എഫ് എന്നല്ലാതെ എ ഫ്രം എൻ ടു ആർ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ സീക്വൻസിന് നമുക്കിങ്ങനെ ഡിനോട്ട് ചെയ്യാം എ ഓഫ് എൻ അല്ലേ. എ ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ nth ടേം ആയിരിക്കും. എ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ എഴുതാം അല്ലേ. അപ്പോൾ സീക്വൻസിന് സീക്വൻസ് എ എൻ എഴുതാം, ഓർ ഇങ്ങനെ സീക്വൻസ് എ എൻ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എ എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ എഴുതാം. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് സീക്വൻസിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇനി സീക്വൻസിന് തന്നെ ഒരു ഇൻഡക്റ്റീവ് ആൻഡ് റിക്കേഴ്സീവ് ഡെഫിനിഷൻ ഉണ്ട്. അതായത് ഇൻഡക്റ്റീവ് റിക്കേഴ്സീവ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ഞാനൊരു സീക്വൻസ് എടുക്കുകയാണ് 1 2 3 4 5 എക്സെട്ര എൻ എക്സെട്ര. ഇതെന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈസ് എ മാപ്പിംഗ് ഫ്രം എൻ ടു ആർ സച്ച് ദാറ്റ് എ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻഡക്റ്റീവ് ഓർ റിക്കേഴ്സീവ് ഡെഫിനിഷൻ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? അതായത് ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് അതെന്താണ്? A1 കൊടുക്കാം നമുക്കില്ലേ. A1 എന്താണ്? 1 ആണ്. അതുപോലെ an+1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ? an+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an-ൻ്റെ കൂടെ 1 ആഡ് ചെയ്തതാണ് അല്ലേ. an-ൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? an+1 എഴുതാൻ പറ്റും. ദറ്റ് ഈസ് an+1 ഇസ് ഈക്വൽ ടു an പ്ലസ് A1 എന്ന് പറഞ്ഞാൽ എന്താണ്? A1 ആണ് അല്ലേ. ദറ്റ് ഈസ് A1. ദറ്റ് ഈസ് an+1 ഇസ് ഈക്വൽ ടു an പ്ലസ് A1. ഈ രൂപത്തിൽ നമുക്ക് ആ സീക്വൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്ത് വിളിക്കാം നമുക്ക്? അത് ആ സീക്വൻസിൻ്റെ റിക്കേഴ്സീവ് ഓർ ഇൻഡക്റ്റീവ് ഡെഫിനിഷൻ ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കും. 2 4 6 8 എക്സെട്ര 2n അല്ലേ. ഈസ് എ സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഓർ വിച്ച് ഈസ് ഇക്വലൻറ്റ് ടു എക്സ് ഫ്രം, ഞാൻ എക്സ് എന്നുള്ള മറ്റൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്, എൻ ടു ആർ സച്ച് ദാറ്റ് അല്ലേ. സച്ച് ദാറ്റ് ഇതിൻ്റെ nth ടേം എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാം? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2n ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ എഴുതാം അല്ലേ. ദെൻ x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഇതിലെ എലമെൻറ്റ് 2 ആണ് അല്ലേ. 2 ആൻഡ് xn+1 വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? xn+2 എന്ന് എഴുതാം, ഈക്വൽ ടു xn+x1. ദറ്റ് ഈസ് xn+1 ഇസ് ഈക്വൽ ടു xn+x1 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റി. ഇവിടെ എ എന്നുള്ള നമ്മൾ നേരത്തെ എടുത്ത ഫംഗ്ഷൻ എ ആയതുകൊണ്ട് an+1 അങ്ങനെ എഴുതി. ഇവിടെ എക്സ് ആയതുകൊണ്ട് xn+1 അല്ലേ. അതായത് ആ ഫംഗ്ഷനെ നമുക്ക് xn+1th ടേമിനെ xn+1st ടേം അങ്ങനെ എഴുതാൻ പറ്റി. അതുകൊണ്ട് ഇതെന്താണ്? ഈ ഒരു സീക്വൻസിൻ്റെ റിക്കേഴ്സീവ് ഡെഫിനിഷനാണെന്ന് പറയാം അല്ലേ. നെക്സ്റ്റ് ഞാനൊരു സീക്വൻസ് എടുക്കുകയാണ്. ഇത് സീക്വൻസ് 1 1 1 എക്സെട്ര 1. ഇത് എന്ത് സീക്വൻസാണെന്ന് പറയാൻ പറ്റും എനിക്ക്? അതായത് വിച്ച് ഈസ് ഈക്വലൻ്റ്ലി ഈക്വൽ ടു എ ഫ്രം എൻ ടു ആർ സച്ച് ദാറ്റ് എ ഓഫ് എൻ അല്ലെ. ഇതിൽ ഏതൊരു നമ്പർ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ആൻസർ എന്താ കിട്ടുക? 1 ആണ്. അതായത് ഇത് ഒരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. ഓക്കെ,
അപ്പോൾ എ ഫ്രം എൻ ടു ആർ സച്ച് ദാറ്റ് എ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഏതൊരു എൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഈ ആർ എന്ന് പറയുന്ന റിയൽ നമ്പർ അല്ലേ, നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലേ, നമ്മൾ കൊടുക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൽ ഏതൊരു വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ സീക്വൻസിൽ കിട്ടുന്നത് 1 1 1 എന്നുള്ളത് തന്നെയാണ്. അതായത് ആ സീക്വൻസ് എന്താണെന്ന് പറയാം, നമുക്ക് കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ് അല്ലേ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ സീക്വൻസ് 2 1 4 3 6 5 8 7. ഓക്കെ, ദി സീക്വൻസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നോക്കുക, ആ 2 അല്ലേ, ആദ്യത്തെ നമ്പർ 2 ആണ്. ദെൻ ഇവിടെ 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട് അല്ലേ. അതായത് ഇടകലർന്ന് ഈവൻ നമ്പേഴ്സും വരുന്നുണ്ട്, ഓഡ് നമ്പേഴ്സും. ഇവിടെ 1 3 5 7. അപ്പോൾ അത് ഓടുമാണ്, മറ്റേത് ഈവനുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ഫ്രം എൻ ടു ആർ സച്ച് ദാറ്റ് അല്ലേ, സച്ച് ദാറ്റ് എ ഓഫ് എന്നിനെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എ ഓഫ് എൻ ഇസ് ഈക്വൽ ടു അല്ലേ, എന്നിന് ഓടാകുമ്പോൾ എൻ ഈസ് ഓഡ് എൻ ഓടാകുന്ന ടൈമിൽ ഇവിടെ എന്താണെന്ന് എഴുതാം, നമുക്ക് n+1 ആണ് അല്ലേ. എൻ ഈസ് ഓഡ് ദെൻ n+1 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടും, എന്നെ ഓടാകുമ്പോൾ n+1 കിട്ടും. ഓക്കെ, ആൻഡ് ഇഫ് എൻ ഈസ് ഈവൺ ആകുമ്പോൾ എന്താ വരിക, n-1 വരും. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് സീക്വൻസ് ഡിഫൈൻ ചെയ്യാം കേട്ടോ. ഇനി ഫിബൊനാക്കി സീക്വൻസ് എന്ന് പറഞ്ഞിട്ടൊരു സീക്വൻസ് ഉണ്ട്. ഫിബൊനാക്കി സീക്വൻസ് നിങ്ങൾക്കറിയാലോ, ഫിബൊനാക്കി നമ്പേഴ്സ് എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഫിബൊനാക്കി സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫിബൊനാക്കി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 1 അല്ലേ, ദെൻ 2 3 5 8 അല്ലേ, ഇങ്ങനെയാണ് പോകുക. അതായത് ആഡ് ചെയ്ത് ഫസ്റ്റ് നമ്പർ 1 നമ്മൾ ഫിക്സ് ചെയ്യും, ദെൻ 1 ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും, 1ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 വരും, 3ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 അല്ലേ, 5ഉം 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ സീക്വൻസ് അല്ലേ, ഇതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? A1 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, A2 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ദെൻ an+1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? an+1 ഇസ് ഈക്വൽ ടു an-1 പ്ലസ് an അല്ലേ. അതായത് ഇതാണ് ഫിബൊനാക്കി നമ്പേഴ്സിൻ്റെ റിക്കേഴ്സീവ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. A1 എന്ന് പറയുന്നതും A2 എന്ന് പറയുന്നതും 1 ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. ദെൻ an+1 ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ, അതായത് അതിന് തൊട്ട് മുമ്പുള്ളതെന്ന് പറഞ്ഞാൽ n+1. ഈ ടേം നമ്മൾ എങ്ങനെ ചെയ്യുക? പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്ത് അല്ലേ, an-1ഉം an-ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് n+1 ഉള്ളത്. ഇപ്പോൾ സപ്പോസ് ഇത് an-1ഉം ഇത് an-1ഉം ഇത് an-ഉം ഇത് an+1ഉം ആണെന്നുണ്ടെങ്കിൽ an+1 നമുക്ക് എങ്ങനെയാണ് കിട്ടുക? an+1 ഇസ് ഈക്വൽ ടു an-1ഉം an-ഉം ആഡ് ചെയ്തത് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് സീക്വൻസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലിമിറ്റ് ഓഫ് സീക്വൻസസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലിമിറ്റ് ഓഫ് സീക്വൻസസ്. അപ്പോൾ നമുക്ക് ഒരു സീക്വൻസ് തരികയാണ്, സീക്വൻസ് an സച്ച് ദാറ്റ് n ഇസ് ഈക്വൽ ടു 1/n. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ആദ്യം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നിങ്ങൾക്ക് ലിമിറ്റ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 1/n ആണ്. അതായത് ഞാനിവിടെ ലൈനിലും നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലെയിനിലും നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ലൈനിൽ ഇവിടെ ഫസ്റ്റ് ഞാനിവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ. അതായത് a ഫ്രം n ടു r ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ അത് n-ന് ഞാൻ 1 കൊടുത്തു. n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 1 ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ദെൻ നെക്സ്റ്റ് n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ പകുതി ഇവിടെ ആയിരിക്കും വരുന്നത് അല്ലേ. ദെൻ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചെറുതായി അല്ലേ, ഒന്നും ഇവിടെ ഇങ്ങോട്ട് വന്നു. ദെൻ 1/4 വീണ്ടും ചെറുതായി, 1/5 അല്ലേ, 1/6 ഇത് ഇങ്ങനെ പോയി അല്ലേ, ഇത് ഇങ്ങോട്ടായി ലിമിറ്റ് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എങ്ങോട്ടാണ് പിന്നെ വരുന്നത്? 1/n-ൻ്റെ വാല്യൂ അല്ലേ. അതായത് n നമ്മൾ പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സാണ്. അതായത് n-ൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും, വാല്യൂ വലുതായി പോകും തോറും 1/∞ ഇത് എങ്ങോട്ടാണ്? 1/∞ പറഞ്ഞാൽ 0യിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇത് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ കിട്ടുക? ആദ്യം 1 ആണ് അല്ലേ, n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ആണെന്ന് കിട്ടും. ദെൻ 1/2 അതിനേക്കാളും ചെറുത്. ദെൻ ഇങ്ങനെ ഇത് ചെറുതായി ഇത് എങ്ങോട്ടാണ് വരുന്നത്? 0യിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ a എന്ന് പറയുന്ന ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇതന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലെയിനിൽ വരച്ച് നോക്കാം. പ്ലെയിനിലാകുമ്പോൾ എന്താ വരിക? ഇവിടെ ആദ്യം നമുക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അല്ലേ, അതായത് n-ന് 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ x ആക്സിസിൽ നമ്മൾ n കൊടുക്കാം, y ആക്സിസിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് കൊടുക്കാം അല്ലേ.
അപ്പോൾ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് എന്ത് തന്നെ വരിക, 1 തന്നെ വരിക. ദെൻ 2 കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, 2ന് കറസ്പോണ്ടിങ് 1/2 ആണ് വരിക. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് 1/2 വരും. 2 1/2 എന്ന് പറയുന്നത്. ദെൻ 3 കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് എന്താ വരിക, 3 1/3 എന്ന് വരും അല്ലേ. ദെൻ 4 ആകുമ്പോൾ 4 1/4. അതും എങ്ങനെയാണ് വരുന്നത്, ദെൻ 0യിലേക്ക് തന്നെയാണ് പോകുന്നത് അല്ലേ. ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. അതായത് 1 1 ആദ്യം ഇവിടെ ആയിരിക്കും, ദെൻ ഇങ്ങനെ ചെറുതായി ഇങ്ങോട്ട് തന്നെയാണ് ഈ ഗ്രാഫ് അല്ലേ, ഇങ്ങനെയാണ് പോകുന്നത്. അതായത് 0യിലേക്ക് തന്നെയാണ് അതിൻ്റെ ടെൻഡിങ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് എന്താണെന്ന് പറയാം, നമുക്ക് കൺവേർജ് ചെയ്ത സീക്വൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്താണ്, കൺവേർജസ് ടു 0 ആണ്. അതായത് ഇതിൻ്റെ ലിമിറ്റ് എന്താണെന്ന് പറയാം, നമുക്ക് 0 ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ മറ്റൊരു സീക്വൻസ് എടുക്കുകയാണ്. സീക്വൻസ് ബി എൻ സച്ച് ദാറ്റ് -1 all raised to n+1 divided by n. ഈ സീക്വൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം ലൈനിലൊന്ന് വരച്ച് നോക്കാം. ലൈനിലും സ്പേസിലും വരക്കാം. ലൈനിൽ വരയ്ക്കുമ്പോൾ ആദ്യം എന്നിന് ഞാൻ 1 കൊടുക്കുക എന്നുണ്ടെങ്കിൽ എന്താ വരിക, -1 all raised to 1+1 അല്ലേ. 2 എന്ന് വരും. -1 whole square എന്ന് പറഞ്ഞാൽ 1/1 വരും. ദാറ്റ് ഈസ് 1 തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ 1 ഉള്ള ലിമിറ്റ് കിട്ടും. അതുപോലെ നെക്സ്റ്റ് ഇവിടെ 2 ആണ് കൊടുക്കുന്നതെങ്കിലും -1 all square എന്ന് വരില്ലേ, -1 all ക്യൂബ് എന്ന് വരും. സ്ക്വയർ +1 എന്ന് പറഞ്ഞാൽ ക്യൂബ്/2 എന്ന് വരും അല്ലേ. ഇനി 2 ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ എന്താ വരിക, -1/2 എന്ന് വരും. ഓക്കെ, മൈനസ് അവർ നെഗറ്റീവ് ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ, -1/2 എന്ന് വരും. -1/2 എന്നിന് 2 കൊടുത്തപ്പോൾ -1/2. ഇനി എന്നിന് 3 ആണ് കൊടുക്കുന്നതെങ്കിലോ, അപ്പോൾ n = 3 ആണെന്നുണ്ടെങ്കിൽ bn = b3 = -1 all raised to 3 + 1 ദാറ്റ് ഈസ് 4/3 എന്ന് വരില്ലേ. ദാറ്റ് ഈസ് 1/3 എന്ന് വരും. അപ്പോൾ 1/3 എന്ന് വരും. അപ്പോൾ അത് ഇങ്ങോട്ടാണ് വരുന്നത് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആൾട്ടർനേറ്റീവായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും അല്ലേ. ഇനി അടുത്ത് നമ്മൾ എന്നിന് 4 കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവായിരിക്കും വരിക, 5 കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവായിരിക്കും വരിക. അതായത് ആൾട്ടർനേറ്റീവായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വന്നിട്ട് ഇത് എങ്ങോട്ട് തന്നെയാണ് ഇതും വരുന്നത്, 0യിലേക്ക് തന്നെയായിരിക്കും വരുന്നത്. -1/2 ദെൻ ഇങ്ങോട്ട്, ദെൻ 1/3 ആകുമ്പോൾ നെക്സ്റ്റ് ഇങ്ങോട്ടായിരിക്കും അടുത്തത് വരുന്നത്. അപ്പോൾ ഇതും ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് നെഗറ്റീവും പോസിറ്റീവും വന്നിട്ട് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്, 0യിലേക്ക് തന്നെ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്താണെന്ന് പറയാം, നമുക്ക് 0 ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലെയിനിലാണ് വരയ്ക്കുന്നതെങ്കിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതിൽ എന്നിന് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 തന്നെയായിരിക്കും വരുന്നത്. അതുപോലെ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ -1/2 ആണ് വരുന്നത് അല്ലേ. 2ന് കറസ്പോണ്ടിങ് -1/2 എഴുതാം, 3ന് കറസ്പോണ്ടിങ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടും. ഇവിടെ 2 -1/2 അല്ലേ. ആൾട്ടർനേറ്റീവായിട്ട് ആ പോസിറ്റീവ് നെഗറ്റീവും ദെൻ 3 എന്ന് പറഞ്ഞാൽ 1/3 എന്ന് പറഞ്ഞു, 3 1/3 ഇവിടെ വരും. അപ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് പോസിറ്റീവ് നെഗറ്റീവും തന്നെയാണ് വരുന്നത് അല്ലേ. അതായത് ഇത് ഇങ്ങനെ ഇങ്ങോട്ടും കൺവേർജ് ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങനെ ഇങ്ങോട്ടുമാണ്. അപ്പോൾ രണ്ടും എന്താണെന്ന് പറയുക, നമുക്ക് 0യിലേക്ക് തന്നെയാണ് കൺവേർജ് ചെയ്യുന്നത് എന്ന് പറയാം അല്ലേ. നെക്സ്റ്റ് ഒരു സീക്വൻസ് നോക്കൂ. CN = √n അല്ലേ. ഇത് കൺവേർജ് ചെയ്യുന്ന ഡൈവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണ് നമുക്ക് കണ്ടെത്തണം അല്ലേ. അപ്പോൾ ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെ നോക്കാം, ഇവിടെ ആദ്യം ലൈനിലാണെന്നുണ്ടെങ്കിൽ എന്നിന് ഞാൻ 1 കൊടുക്കുകയാണ്. അപ്പോൾ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, √1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 ആണ് വരിക അല്ലേ. എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.14. അപ്പോൾ അതായത് ഏകദേശം ഇവിടെ ആയിരിക്കും വരുന്നത് അല്ലേ. ഇത് A1 എന്ന് പറഞ്ഞ C1 എന്ന് പറയുന്ന അല്ലേ, C1 എന്നിന് 1 കൊടുക്കുമ്പോൾ ഇത് C2 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ C3, അതായത് C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് 3 കൊടുത്ത് √3 എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി വലുതാവില്ല, 1.7 ആണ് വരുന്നത് അല്ലേ. ദെൻ എന്നിന് C4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, √2 എന്ന് വരും. C4 എന്ന് പറഞ്ഞാൽ √4 എന്ന് വരും. √4 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. ദാറ്റ് ഈസ് 2 എന്നുള്ളതാണ് അടുത്തത് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ C5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, √5. അപ്പോൾ വീണ്ടും കൂടി അല്ലേ. അതായത് ഇതിനൊരു എൻഡിങ് ഇല്ല, ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത് നമുക്കറിയോ, ഇല്ല അല്ലേ. ഇനിയിപ്പോൾ √9 വന്നു കഴിഞ്ഞാൽ 3 ആണെന്ന് അറിയാം. അതായത് അതങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ വെച്ച് അതിന് കൺവേർജൻസ് ഇല്ല അല്ലേ. ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ നമുക്ക് കഴിയില്ല, അതങ്ങനെ ഡൈവേർജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതന്നെ നമ്മൾ പ്ലെയിനിൽ വരക്കുക എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ. ആദ്യം 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 തന്നെ വരും അല്ലേ. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 തന്നെ വരും. ദെൻ വീണ്ടും 2 അല്ലേ. 2 2നാണെന്നുണ്ടെങ്കിൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1.2
2 എന്നല്ല, അപ്പോൾ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യും അല്ലേ. ഞാൻ 3ക്ക് കറസ്പോണ്ടിങ് ഇവിടെ 1 2ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക, √2 ആണ് വരിക അല്ലേ. √2 എന്ന് വരിക, √2. ദെൻ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 √3 എന്ന് വരിക. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 4 √4 എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല, അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൈവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണ്. അപ്പോൾ ഇതിന് ലിമിറ്റ് ഇല്ല അല്ലേ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം നമുക്ക്. ഡൈവേർജൻസ് ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും. ഈ ഡെഫിനിഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എക്സാമ്പിൾസ് ഗ്രാഫിക്കലി പറഞ്ഞത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഡെഫിനിഷൻ പറയാം. ദ സീക്വൻസ് അല്ലേ, നമ്മൾ സീക്വൻസ് A1 ഇതാണ് എടുക്കുന്നതെങ്കിൽ A1 A2 എക്സെട്ര AN കൺവേർജസ് ടു എ ലിമിറ്റ് L അല്ലേ, കൺവേർജസ് ടു എ ലിമിറ്റ് L. നമ്മൾ ഫസ്റ്റ് 2 എക്സാമ്പിളിൽ ഒരു 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. കൺവേർജസ് ടു എ ലിമിറ്റ് L ഓർ L ഈസ് ദ ലിമിറ്റ് ഓഫ് ദി സീക്വൻസ്. L ഈസ് ദ ലിമിറ്റ് ഓഫ് ദി സീക്വൻസ്. എന്താണ് കണ്ടീഷൻ? ഇഫ് AN ഗെറ്റ്സ് ക്ലോസ് ടു ആൻഡ് റിമൈൻസ് ആർബിട്രറി അല്ലേ, arbitrarily close to L as n become large. Okay, or we can write limit n tends to infinity an is equal to L, or an tends to L as n tends to infinity. Okay, അപ്പോൾ നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ ഇത്രയും നമ്മൾ പറഞ്ഞ ഈ ഒരു ഗ്രാഫിൽ നിന്നും ഇങ്ങനെ കണ്ടെത്താൻ പറ്റും അല്ലേ. അതായത് എന്നിൻ്റെ വാല്യൂ ലാർജ് ആവുന്നതിനനുസരിച്ച്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എ എന്ന് പറഞ്ഞ സീക്വൻസ് ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓർ ANഉം Lഉം തമ്മിലുള്ള ഡിഫറൻസ് അത്രയും ചെറുതാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഡിസ്റ്റൻസ് പറഞ്ഞാൽ മോഡുലസ് ഓഫ് AN മൈനസ് L ലെസ് ദാൻ ഒരു എപ്സിലോണുള്ള വാല്യൂ. നമ്മൾ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ യൂസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. ANഉം Lഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ഒരു അത്രയും ക്ലോസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് എല്ലാമാണ് A എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദ സീക്വൻസ് A1 A2 എക്സെട്ര AN ഓർ സീക്വൻസ് AN കൺവേർജസ് ടു എ ലിമിറ്റ് L അല്ലേ. ദാറ്റ് ഈസ് സീക്വൻസ് AN converges to a limit L, or L is the limit of this sequence. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ AN get close to and remains arbitrarily close to L അല്ലേ. ഇത് തമ്മിൽ ക്ലോസ് ആവണം. when n become large, n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സീക്വൻസും Lഉം തമ്മിലുള്ള ഡിഫറൻസ് വളരെ ചെറിയൊരു നമ്പറിലേക്ക് വരികയോ അല്ലെങ്കിൽ AN എന്ന് പറയുന്നത് Lലേക്ക് കൺവേർജ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ Lനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, L is the limit of that sequence എന്ന് വിളിക്കും അല്ലേ. ഓക്കെ, ഇവിടെ എപ്സിലോൺ n ഡെഫിനിഷൻ ഫോർ ലിമിറ്റ്സ് ഒന്ന് നോക്കും. A sequence AN is said to have a limit L, that is limit n tends to infinity n is equal to L if for every epsilon greater than 0 however small there correspond an integer n greater than 0 such that modulus of AN minus L less than epsilon അല്ലേ. അതായത് എപ്സിലോൺ n ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ANഉം Lഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ക്ലോസ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു അല്ലേ. അതായത് ANഉം Lഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു പെർട്ടിക്കുലർ എപ്സിലോണിൻ്റെ താഴെയായിട്ട് നിൽക്കുക ഫോർ ഓൾ n greater than or equal to n. ഇവിടെ ഈ n എന്ന് പറയുന്നത് എന്താണ്, n greater than 0 ആണ്. അതർ കറസ്പോണ്ട് ആൻ ഇൻറ്റിജർ n greater than 0 ഒന്നുമില്ല. ഒരു പെർട്ടിക്കുലർ എന്നിന് ശേഷം വരുന്ന എല്ലാ എന്നിനും AN മൈനസ് L ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ദാറ്റ് ഈസ് AN എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് L ആയിട്ട് മാറും അല്ലേ. നമുക്ക് ഈ എപ്സിലോൺ n ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. യൂസിങ് എപ്സിലോൺ n ഡെഫിനിഷൻ പ്രൂവ് ദാറ്റ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n is equal to 0 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി AN is equal to L എന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ AN എന്ന് പറയുന്ന സീക്വൻസ് എന്താണ്, 1/n ആണ്. L എന്ന് പറയുന്ന ലിമിറ്റ് എന്താണ്, 0 ആണ് അല്ലേ. ഇത് നമ്മൾ ഗ്രാഫിക്കലി നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ക്ലിയർ ആയതാണ് 1/n എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എപ്സിലോൺ n ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം. അതായത് ഏതൊരു n greater than 0ന് കറസ്പോണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റിജർ n നമ്മൾ കണ്ടെത്തണം അല്ലേ. എങ്ങനെ നമുക്ക് ആ ഇൻറ്റിജർ n കണ്ടെത്താൻ പറ്റും? ഇവിടെ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെ എഴുതാൻ പറ്റും, മോഡുലസ് ഓഫ് AN മൈനസ് 0 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് A എന്ന് പറഞ്ഞാൽ 1/n മൈനസ് 0 ഈക്വൽ ടു 1/n അല്ലേ. ഹെൻസ് എങ്ങനെ എഴുതാൻ പറ്റും, മോഡുലസ് ഓഫ് AN മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ അല്ലേ. ഇഫ് കണ്ടീഷൻ എന്താണ്, ഇഫ് നമുക്ക് AN മൈനസ് n
നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 1/n ആണ്. അപ്പോൾ an - 0 ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ if 1/n എന്താവണം, ലെസ് ദാൻ എപ്സിലോൺ ആവണം അല്ലേ. 1/n ലെസ് ദാൻ എപ്സിലോൺ ആവുക എന്ന് പറഞ്ഞാൽ if n ഗ്രേറ്റർ ദാൻ 1/ε ആവും അല്ലേ. അപ്പോൾ നമുക്കിനി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമ്മളിങ്ങനെയാണ് പറഞ്ഞത് അല്ലേ, ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ ഇവിടെ n ഗ്രേറ്റർ ദാൻ 1/ε എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ n greater than or equal to n implies n greater than 1/ε, which implies 1/n less than epsilon implies modulus of an minus 0 less than epsilon എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഇതെന്താ അപ്പോൾ നമുക്ക് കിട്ടിയത്, ഏതൊരു n greater than n implies modulus of an minus 0 less than epsilon. അതന്നെയല്ലേ ഇത്, modulus of an minus l less than epsilon for all n greater than or equal to n പറയും. അപ്പോൾ ആ എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ്, n ഗ്രേറ്റർ ദാൻ 1/ε ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്തു, ഇതിൽ നിന്നും an 1/n ആണെന്ന് കിട്ടി. ദെൻ an - 0 ലെസ് ദാൻ എപ്സിലോൺ ആണെന്നുണ്ടെങ്കിൽ n ഗ്രേറ്റർ ദാൻ 1/ε ആണ്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്നും ഈ കണ്ടീഷനിൽ നിന്നും ഇതിലേക്ക് എത്തിച്ചേരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore modulus of an minus n less than epsilon for all n greater than or equal to n എഴുതാം. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, therefore ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്താണ്, 0 ആണ്. ഓക്കെ, അതായത് എപ്സിലോൺ n ഡെഫിനിഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൂഫ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ഓഫ് സീക്വൻസ് ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ലിമിറ്റ്സിന് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സീക്വൻസ് എടുക്കുകയാണ്, A1 A2 എക്സെട്ര A എന്ന് പറയുന്നതും B1 B2 എക്സെട്ര അല്ലേ, അങ്ങനെ രണ്ട് സീക്വൻസ് എടുക്കുകയാണ്. അതെന്താണ്, രണ്ടും കൺവേർജൻ്റ് ആണ്. ആൻഡ് CB എ കോൺസ്റ്റൻറ്റ് എന്നെടുത്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an + bn അല്ലേ. ആ രണ്ട് സീക്വൻസുകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി bn അല്ലേ. അപ്പോൾ ടോട്ടൽ സീക്വൻസിൻ്റെ സമ്മിന് ലിമിറ്റ് കൊടുക്കുന്നത് ഇതിനോട് ഈക്വൽ ആണ്, ഓരോ സീക്വൻസിനും സെപ്പറേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുന്നതിനോട് ഈക്വൽ ആണ് അല്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി CAN സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻറ്റിന് ഔട്ട് സൈഡ് എടുത്തിട്ട് ആ സീക്വൻസിന് മാത്രമായിട്ട് ലിമിറ്റ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN BN, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ, രണ്ട് സീക്വൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഓരോ സീക്വൻസിനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കാം. ദെൻ നാലാമത്തത് ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി BN നോട്ട് ഈക്വൽ ടു 0 ആൻഡ് BN not equal to 0 for all n, then limit n tends to infinity an/bn. an/bn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിവിഷൻ ആണ് വരുന്നത്. ഡിവിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കാം. പക്ഷേ ഇവിടെ ഈ താഴെ വരുന്ന ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവരുത് എന്നുള്ളൂ അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് n tends to infinity bn not equal to 0. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് if f is continuous at limit n tends to infinity an, then limit n tends to infinity f of an is equal to f of limit n tends to infinity a എന്ന് എഴുതാൻ പറ്റും. അതായത് f എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആണ്, അറ്റ് ലിമിറ്റ് n tends to infinity a എന്ന് പറയുന്ന ഈ ലിമിറ്റിനകത്ത് f എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് n tends to infinity f of a എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, f of ലിമിറ്റ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുന്നത്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി c ഈസ് ഈക്വൽ ടു c അല്ലേ. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് എന്താണ്, അത് തന്നെയാണ് അല്ലേ. അതുപോലെ നെക്സ്റ്റ് നോക്കൂ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ. 1/n1ൻ്റെ ലിമിറ്റ് എന്താണ്, 0 ആണ് അല്ലേ. ഈ ഒരു പ്രോബ്ലം നമ്മളിപ്പോൾ ഗ്രാഫിക്കലിൽ ചെയ്തു അല്ലേ. അതുപോലെ തന്നെ എപ്സിലോൺ n ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടും പ്രൂവ് ചെയ്തു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്താണ്, 0 ആണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, ഇഫ് ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി f of x is equal to L, അതായത് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ f of xൻ്റെ ലിമിറ്റ് എന്താണ്, L ആണ്. അങ്ങനെയാണെങ്കിൽ n ടെൻസ് ടു, ഈ എക്സിൻ്റെ പ്ലേസിൽ ഞാൻ n ആയി കൊടുക്കുക, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി f of n എന്തായിരിക്കും, L ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കൂ, ഇഫ് മോഡ് r ലെസ് ദാൻ 1 then limit n tends to infinity r raised to n is equal to 0, and if mod r greater than 1 or r equal to -1 limit n tends to infinity r raised to n does not exist. അതായത് r ലെസ് ദാൻ 1 ആവുന്ന കേസിൽ അല്ലേ, മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 ആവുന്ന കേസിൽ ലിമിറ്റ് n tends to infinity r raised to n എന്താണ്, 0 ആണ്. r raised to n-ൻ്റെ ലിമിറ്റ് 0 ആണ്. മോഡ് r ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ r ഈക്വൽ ടു -1 ആവുന്ന കേസിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n-ൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ആണ്. ഇത്രയും പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിനി പ്രോബ്ലം ചെയ്യുന്നത്. പ്രോബ്ലം നോക്കൂ. ഇവാലുവേറ്റ് ദ ലിമിറ്റ്സ്. ഫസ്റ്റ് വൺ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n മൈനസ് 1 ബൈ n അല്ലേ. സെക്കൻഡ് വൺ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡ് ബൈ n ഇൻറ്റു n പ്ലസ് 3. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കൂ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n മൈനസ് 1 ബൈ n ആണ് അല്ലേ. ഞാനിവിടെ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യം ഇവിടെ ബൈ n ഉണ്ട് അല്ലേ. അപ്പോൾ n കൊണ്ട് എല്ലാ മുകളിലെ ഞാൻ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ബൈ n മൈനസ് 1 ബൈ n. ഇതിങ്ങനെയല്ലേ, n ബൈ n മൈനസ് 1 ബൈ n ആണ് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 1 ബൈ n. ഇപ്പോൾ ഇങ്ങനെ ആയിട്ട് മാറി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ എന്താ പറഞ്ഞത്? ലിമിറ്റ് അല്ലേ n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് ബി എൻ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് ഓർ മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ. ഇവിടെ പ്ലസ് ഓർ മൈനസ് കൊടുക്കാം കേട്ടോ, കാരണം നമ്മൾ അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും എന്താണ് ഇവിടെ ഈ ഒരു റൂള് ഫോളോ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സബ്ട്രാക്ഷനാണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n വരും. ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് പറയാം കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? അത് തന്നെയാണ് അല്ലേ, ദാറ്റ് ഈസ് 1 അല്ലേ. അതിൻ്റെ ലിമിറ്റ് എന്താ വരിക? കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് അത് തന്നെയാണ് അല്ലേ. ആറാമത്തെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിരുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി c ഈസ് ഈക്വൽ ടു c ആണ്. ഓക്കെ, മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n നമ്മൾ പറഞ്ഞത് എന്താണ്? 0 ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ എന്ത് കിട്ടിയത്? നമുക്ക് ഈക്വൽ ടു 1 കിട്ടി. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്താ കിട്ടിയത്? ഇപ്പോൾ നമുക്ക് 1 ആണ് കിട്ടിയത്. നെക്സ്റ്റ് ഈ പ്രോബ്ലം നോക്കാം. ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതുപോലെ തന്നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അങ്ങനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്കുന്നത് ഏറ്റവും നല്ലത് ഡിനോമിനേറ്ററിൽ n വരുന്ന രീതിയിലാക്കുന്നതാണ്. കാരണം നമുക്ക് അറിയാവുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n ഇസ് ഈക്വൽ ടു 0. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ 0 ആയി പോകും. അപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടാൻ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3n ബൈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്ന് വരും അല്ലേ. 3 പ്ലസ് 1നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബൈ n. അപ്പോൾ അതങ്ങനെ ആയിട്ട് മാറും. ഇൻറ്റു ഇവിടെ എന്താ വരിക? n-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മൈനസ് 2 ബൈ n എന്ന് വരും അല്ലേ. ഡിവൈഡഡ് ബൈ n അത് പോയി അല്ലേ. ദെൻ n പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് 3 ബൈ n എന്ന് വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഈക്വൽ ടു ഇവിടെ ഇനി എന്ത് ചെയ്യുക നിങ്ങൾ? ലിമിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. an ഇൻറ്റു ബി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞിരുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 പ്ലസ് 1 ബൈ n ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 2 ബൈ n ഡിവൈഡഡ് ബൈ അല്ലേ. ഇവിടെ 1 പ്ലസ് 3 ബൈ n ഉണ്ട് അല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു. ദെൻ വീണ്ടും ഇവിടെ എന്താ വരുന്നത്? ഡിവിഷനാണ് വരുന്നത്. ഡിവിഷന് നമുക്ക് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറയുന്നു അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 പ്ലസ് 1 ബൈ n ഇൻറ്റു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 2 ബൈ n ഡിവൈഡഡ് ബൈ അല്ലേ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കുക. ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 3 ബൈ n കൊടുക്കാം. ഓക്കെ, അതായത് ലിമിറ്റിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു, ഡിവിഷനിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഒരു കണ്ടീഷൻ ഉള്ളത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 3 ബൈ n നോട്ട് ഈക്വൽ ടു 0 ആവണമെന്നുള്ള അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്താ കൊടുക്കുന്നത്? n-ന് ഇൻഫൈനൈറ്റാണ് കൊടുക്കുന്നത്. n-ന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 3 പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി പറഞ്ഞാൽ 0 ആയി പോകും അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n എന്താണ്? 0 ആണ്. ഇതിനെ വീണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ എഴുതാൻ പറ്റും. ഇനി വീണ്ടും സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ 3 പ്ലസ് 1 ബൈ n-ന് വീണ്ടും ലിമിറ്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ എന്താ വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 ഇൻറ്റു അല്ലേ, എങ്ങനെ വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 എല്ലാ റൂളുകളും ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരിക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n ഇൻറ്റു അല്ലേ, വീണ്ടും എന്തൊരു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 ബൈ n ഡിവൈഡഡ് ബൈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി വീണ്ടും നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 1 അല്ലേ പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3 ബൈ n. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് നമുക്കറിയാം, അത് തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഈക്വൽ ടു 3 അല്ലേ, ഇത് 3 തന്നെ വരും. പ്ലസ് ഇതെന്താ വരിക? 0 ഇൻറ്റു ഇവിടെ എന്താ വരിക? ഇതിൻ്റെ ലിമിറ്റ് 1 ആണ് വരിക അല്ലേ. 1
മൈനസ് 2/nൻ്റെ ലിമിറ്റ് എന്താ വരിക? 2/1/nൻ്റെ 0 ആകുമ്പോൾ 2/nൻ്റെ എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇതിൻ്റെ ലിമിറ്റ് 1, കോൺസ്റ്റൻറ്റ് ലിമിറ്റ് അത് തന്നെയാണ് വരിക, 1 + 0 എന്ന്, വിച്ച് ഈസ് ഈക്വൽ ടു 3/1 എന്ന് പറഞ്ഞാൽ 3 ആണ് ലിമിറ്റ് വരുന്നത്.